എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഒരുപാട് ചേരുവകൾ ഒന്നും തന്നെ വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും സാധാ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പലഹാരമാണ്. ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏറെ തന്നെ ഇതുപോലെ സവാള വേണം. അത്യാവശ്യം 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒരു ചിക്കൻ മാഗി ക്യൂബ്സ് എടുക്കുക. ഇതുപോലെ ഈ ഒരു ചെറിയ പാക്കറ്റിനകത്ത് 2 എണ്ണം ഇല്ലേ, ഒരെണ്ണം മാത്രം ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു മാഗി ക്യൂബ്സ് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു സവാളയും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമിയെടുക്കുക. ഇതുപോലെ മാഗി ക്യൂബ്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു കുറച്ച് മാത്രം ഉപ്പ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് വേണം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കൈവച്ച് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയുടെ ഒരു കട്ടി ഒന്ന് കുറഞ്ഞു കിട്ടണം. അപ്പോൾ ഈ ഒരു സവാള ഇതുപോലെ ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ മുട്ടയാണ്. മുട്ട ഞാൻ ഒരു 3 എണ്ണം ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. ഈ ഒരു മുട്ട നമ്മൾ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുമോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 മുട്ടയും നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മുട്ട എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്ത മുട്ട നമുക്ക് ഈ ഒരു സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു പച്ചമുളകിന് അധികം എരിവില്ലാത്തതാണ് കേട്ടോ. നല്ല എരിവുള്ള മുളകാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഒരു കൈപ്പിടി മല്ലിയില ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണിത്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവത്തില്ല, പക്ഷെ നല്ലൊരു കളർ നമുക്ക് കിട്ടും. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇതുപോലെ പൊടിച്ചിട്ടെടുത്താണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആ ഒരു സവാളയിലേക്ക് ആദ്യം തന്നെ മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിരുന്നു. ആ ഒരു മാഗി ക്യൂബ്സിന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നിട്ട് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് ഒരുപാടങ്ങ് കൂടിപ്പോവും. ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി വേണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു 1/2 കപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 1/2 കപ്പ് അരിപ്പൊടി നമ്മൾ ആദ്യമേ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അരിപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് മുഴുവനും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈവച്ച് ഇതൊന്ന് ഉരുട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു നല്ല ഷേപ്പിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം മാത്രം വെള്ളം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഒരുപാട് വെള്ളമായി പോകരുത് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരമായിട്ട് കടലമാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് എടുത്തത്. അതിൻ്റെ പകുതി മാത്രമേ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ.
അപ്പോൾ മാവ് ഒരുപാടങ്ങ് ലൂസായിട്ട് പോവാതെ നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഷേപ്പാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ കൈ നന്നായിട്ട് വീണ്ടും ഒന്ന് കഴുകിയതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് ഇതുപോലെ എടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉഴുന്നുവടക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡെല്ലാം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ മാവും ഇതുപോലെ എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാവെല്ലാം തന്നെ ഞാൻ ഈ ഒരു ഷേപ്പിലാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരുപാടങ്ങ് തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. കാരണം ഒരു ഉൾവശമൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ വെന്ത് കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരുപാടങ്ങ് ലോയിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഉൾവശമൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടുന്ന രീതിയിൽ നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ വേകുന്ന രീതിയിൽ തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റിയേക്കാം. എണ്ണയ്ക്കകത്തുനിന്ന് ഇതുപോലെ കോരി എടുത്തതിന് ശേഷം നമ്മളിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക, ഒരു എണ്ണയൊക്കെ വലിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ട കൊണ്ടുള്ള ഈ ഒരു വടയെല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത്. ഈ ഒരു സ്നാക്സ് ഒക്കെ നമ്മൾ ഒരുപാടങ്ങ് തണുത്തു പോകാതെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ്. ടൊമാറ്റോ കെച്ചപ്പിൽ മുക്കിയിട്ട് കഴിക്കാൻ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.